പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉടമ്പടിയുടെ അനുഭവങ്ങൾ മൂന്ന് അനുഭവങ്ങളെക്കുറിച്ചാണ് അച്ഛൻ ഈ കാലങ്ങളിലെല്ലാം സംസാരിക്കുന്നത്. മൂന്ന് ദൈവാനുഭവങ്ങളെക്കുറിച്ചാണ് ഉടമ്പടി നമുക്ക് നൽകുന്ന മൂന്ന് ദൈവാനുഭവങ്ങൾ. ഈ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായ വെളിപാടുകളാണ്. അതിലൊന്നെന്താണ്? അനുഗ്രഹത്തിൻ്റെ കാലം. അത് ഉടമ്പടി എടുക്കണമെന്ന് നിർബന്ധമില്ല. എല്ലാവർക്കും തന്നെ ദൈവം സൗജന്യമായിട്ട് നൽകുന്നതാണ്. മെയിൻ്റനൻസ് ഗ്രേസ് എന്ന് ഞാൻ വിളിക്കും. മെയിൻ്റനൻസ് ഗ്രേസ്. ഇപ്പോൾ നമ്മൾ ചില കെട്ടിടത്തിനൊക്കെ ഗവൺമെൻറ് മെയിൻ്റനൻസ് ഗ്രാൻഡ് നൽകത്തില്ലേ? അതുപോലെ ദൈവം നമുക്ക് നൽകുന്ന മെയിൻ്റനൻസ് ഗ്രേസ് ഉണ്ട്. അതിനെ ബ്ലെസ്സിങ്സ് എന്ന് പറയും, ഫിസിക്കൽ ഫേവേഴ്സ് എന്ന് വേണേൽ വിളിക്കാം. ഭൗതിക ആനുകൂല്യങ്ങൾ അത് എല്ലാവർക്കും കിട്ടും. അത് നിരീശ്വരന്മാർക്കും കിട്ടും. നിരീശ്വരന്മാരും ഈശ്വരവിശ്വാസമില്ലാത്ത അഗ്നോട്ടിസ്റ്റിനും കിട്ടും. അജ്ഞേയവാദികളെ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല, എനിക്കതൊരു അനുഭവമില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലേ, അവർക്കും ആ മെയിൻ്റനൻസ് ഗ്രേസ് കിട്ടും. എന്താ കാര്യം? അത് ജനറ്റിക്കൽ ബ്ലെസ്സിങ്സാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ നീ സന്താന പുഷ്ടിയുള്ളവനായി പെരുകി ഭൂമിയെ കീഴടക്കാൻ പറഞ്ഞു. അവൻ്റെ ജീവിതം അവൻ നടന്നെത്തി തീരുന്ന സ്ഥലമല്ല, അവൻ്റെ ഭൂമിയാണ്. അവൻ നടന്നെത്തി, അവൻ 70 വയസ്സ് 80 വയസ്സ് വരെയൊക്കെ ജീവിച്ചിട്ട് ശേഷം അവൻ നടന്നെത്തി തീരുന്ന സ്ഥലം വരെ അവൻ്റെ ഭൂമിയാണ്. ആ ഭൂമിയിൽ അവൻ സർവൈവ് ചെയ്യണം, നിലനിന്ന് പോകണം. ചില സമയത്ത് ചുമ്മാ നിലനിൽപ്പ് നടക്കത്തില്ല. അവനവിടെ അതിജീവനം നടത്തേണ്ടി വരും. സർവൈവ് ചെയ്യണം. സർവൈവ് ചെയ്യണമെങ്കിലുള്ള ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സാണ്, പ്രൈമറി ബ്ലെസ്സിങ്സാണ് നീ സന്താനപുഷ്ടിയുടെ പെരുകി ഭൂമിയെ കീഴടക്കുക എന്നുള്ള വാക്ക്. ഇവിടെ പലപ്പോഴും സംഭവിക്കുന്ന വിഷയം, ഈശ്വരവിശ്വാസികളും നിരീശ്വരന്മാരും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് നമുക്ക് പ്രഥമ ദൃഷ്ടിയെ പറയാൻ പറ്റത്തില്ല. എന്താ വെച്ചാൽ അവർക്കും അനുഗ്രഹം കിട്ടുന്നുണ്ട്, നമ്മൾക്കും അനുഗ്രഹം കിട്ടുന്നുണ്ട്. അവർ പ്രാർത്ഥിക്കുന്നില്ല, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതാണ് പ്രൈമറി തലത്തിലെ. സെക്കൻഡറി തലത്തിൽ വ്യത്യാസം വരും. സെക്കൻഡറി തലം അനുഗ്രഹത്തിൻ്റെ തലത്തേക്കാളുപരി അഭിഷേകത്തിൻ്റെ തലമാണ്. ഉടമ്പടിയിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻ്റർപേഴ്സണൽ റിലേഷനിലാണ് ഈ അഭിഷേകത്തിനുള്ള സാധ്യതയുള്ളത്. ഇൻ്റർപേഴ്സണൽ റിലേഷൻ നമ്മൾ ഈശോയുമായിട്ടുള്ള ഒരു വ്യക്തിയുടെ സ്വകാര്യ സ്നേഹബന്ധത്തിൽ നിന്നാണ് പിന്നീട് അഭിഷേകം വരണത്. ഈശോയുമായിട്ടുള്ള നമ്മുടെ സ്വകാര്യ സ്നേഹത്തിൻ്റെ ആക്കവും തൂക്കവും വർദ്ധിക്കുന്നതനുസരിച്ച് നമുക്ക് അഭിഷേകം വന്നുകൊണ്ടിരിക്കും. ഈ ലെവലെ കുറച്ച് മതേതരവും അതിൽ കൂടുതൽ ദൈവനിവേശിതവുമാണ്. കേവലമായ സ്നേഹം കൊണ്ട് ചില ആൾക്കാർക്ക് ഭാരങ്ങളില്ലാതാകണം നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സ്നേഹം ചില ആൾക്കാർ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ചില ഭാരങ്ങളില്ലാണ്ട് വരും. പക്ഷെ ഒരു പ്രോബ്ലം ഉള്ളതെന്ന് വെച്ചാൽ രക്തബന്ധത്തിലാണിത് വർക്കൗട്ട് ചെയ്യണത് മതേതരങ്ങൾക്ക്. അതാണ് വിഷയം. അമ്മയ്ക്ക് കുഞ്ഞിനുള്ളത് രക്തബന്ധമല്ലേ. ഇപ്പോൾ കുഞ്ഞ് പനിയായിട്ട് കിടന്ന അമ്മ ഭക്ഷണം കഴിക്കത്തില്ല, അത് സന്തോഷമായിട്ടല്ലേ അമ്മ എടുക്കണത്. ഞാൻ കുളിച്ചിട്ട് 3 ദിവസം എന്നൊക്കെ അമ്മ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ പറയും, ഞാൻ കൊച്ചിനെ കാണാനൊക്കെ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അമ്മ പറയും, എൻ്റെ അച്ഛൻ ഞാൻ കുളിച്ചിട്ട് 3 ദിവസമായി. പക്ഷെ അതൊരു അഭിനയവേശത്തോടെ അവർ പറയണത്. എന്താ കാര്യം? കുഞ്ഞിന് വേണ്ടി അവർ അത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ അവിടെ സ്നേഹത്തിലവർക്ക് വിശ്വാസവും അതുകൊണ്ട് അവർക്ക് ആന്തരികമായ സന്തോഷവും ഉണ്ടാകും. പക്ഷേ ഇത് മതേതരന്മാർക്ക് ഇത് പലപ്പോഴും
രക്തബന്ധത്തിലാണ് വർക്കൗട്ട് ചെയ്യണത്. പക്ഷേ സുവിശേഷപരമായിട്ട് വരുമ്പോൾ ഇതിന് സെക്കൻഡ് പാർട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിലേക്ക് ഇവർക്ക് വരാൻ പറ്റത്തില്ല. സെക്കൻഡ് പാർട്ടെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടി ഈശോ എന്താ പറയണത്? ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, അല്ലേ? ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അപ്പോഴീ ആ രോഗി ചിലപ്പോൾ നമ്മുടെ ബന്ധവും സ്വന്തവും ഉണ്ടാകത്തില്ല. നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ ഉടമ്പടിയിലേക്ക് എടുക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? അവർ ഒരു ദിവസമൊക്കെ പോയി അവരുടെ കൂടെ ഈ അനാഥാലയത്തിലും കാരുണ്യഭവനുകളിലൊക്കെ താമസിച്ച് രാവിലെ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത്, അതിനകത്ത് ഓട്ടിസം പിള്ളേരുണ്ടാവും, ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാവും, മെൻ്റലി ചാലഞ്ചിലുള്ള ഭ്രാന്തുള്ള പിള്ളേരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഭക്ഷണം വായി വെച്ച് കൊടുക്കേണ്ടി വരും. ഇവർ പെറ്റതല്ല, രക്തബന്ധമൊന്നുമില്ല. ഇവരാദ്യം കാണുകയാണ്. ആദ്യം കാണുന്ന കുഞ്ഞുങ്ങളുടെ വായിലേക്ക് ഭക്ഷണം ഉണ്ടാക്കി അതൊക്കെ തുപ്പുന്ന മക്കളെ. ഇത്ര ഈസിയുള്ള പരിപാടിയല്ല. നമ്മുടെ മക്കൾ തുപ്പിയാൽ നമ്മൾ മോന്തക്കിട്ട് അടിക്കും. പക്ഷെ ആ കുഞ്ഞുങ്ങളെ തുപ്പിയാൽ അത് സഹിക്കും. എന്താ കാര്യം? സ്നേഹം എല്ലാം സഹിക്കുന്നു. അതാ സുവിശേഷത്തിൻ്റെ അഭിഷേക ലെവൽ അതാണ്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 13:7 എന്താ വായിച്ചത്? സ്നേഹം സകലതും സഹിക്കുന്നു. പറഞ്ഞേ, സ്നേഹം സകലതും സഹിക്കുന്നു. അപ്പോൾ ഇത് പ്രശ്നം കഴിഞ്ഞാൽ രക്തബന്ധത്തിലുള്ള സഹനം ഓക്കെയാണ്, മാനുഷികമാണത്. പക്ഷെ അതേസമയം രക്തബന്ധമില്ലാത്ത അതർ പേഴ്സൺ, ഇപ്പം നീച്ചെ എന്നും പറഞ്ഞൊരു തത്വശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. അയാളുടെ ചൂട് പിടിച്ച സാത്തർ എന്ന് പറഞ്ഞ വേറൊരു തത്വശാസ്ത്രം വന്നു. ഇവർ ഈ 20ാം നൂറ്റാണ്ടിലെ പ്രോഡക്ട്സുകളാണ്, ഉൽപ്പന്നങ്ങളാണ്. അവർ ലോകത്തോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ദ അതർ ഈസ് മൈ എനിമി എന്നാണ് പറഞ്ഞത്. ദ അതർ ഈസ് മൈ എനിമി. എന്താ കാര്യം അവർ പറയാൻ കാര്യം? അവർ പറയുന്ന ഉദാഹരണം, ഞാനിപ്പോൾ സിനിമ ടിക്കറ്റ് വാങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ വണ്ടി ടിക്കറ്റ് കൂപ്പൺ വാങ്ങാൻ വേണ്ടി ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ നിൽക്കുന്നത് എങ്ങനെയാണ്? ക്യൂവിലല്ലേ നിൽക്കുന്നത്. ക്യൂവിൽ നിന്ന് കഴിയുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ആളെ വെച്ചുകൊണ്ട് അവിടുത്തെ സീറ്റ് തികഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ വ്യക്തി ചിന്തിക്കണത് എന്താണ്? ആ മുമ്പിലുള്ള ആളില്ലാതിരുന്നെങ്കിൽ എനിക്ക് ആ സീറ്റ് കിട്ടിയേനുമല്ല. അപ്പോൾ മുമ്പിലുള്ള ആളാരാണ്? ദ അതർ ഈസ് മൈ എനിമി, എൻ്റെ ശത്രുവാണെന്ന്. അപ്പം യൂറോപ്പ് ക്രിസ്തുവിനെ കൈവിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവരുടെ കൈ കിട്ടിയ ഒരു വിഷയമാണിത്. എന്താ? ക്രിസ്തുവിനെ കൈവിട്ടാൽ പിന്നെയുള്ളത് എന്താണ്? അതർ ഈസ് മൈ എനിമി. അതാണ്. മറ്റുള്ള ആൾ, മുമ്പിലുള്ള ഒരാൾ, എക്സ്ട്രാ ആയിട്ട് വരുന്ന പേഴ്സൺ എൻ്റെ ശത്രുവായിരിക്കുമെന്നാണ്. അതർ ഈസ് ക്രൈസ്റ്റ് എന്നാണ് ബൈബിളിൻ്റെ, അതാണ് ബൈബിളിൻ്റെ ഒരു വെളിപാട്. അങ്ങനെയാണ്. ദ അതർ ഈസ് മൈ എനിമി എന്ന് പറഞ്ഞതിൽ ബൈബിൾ നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അതർ ഈസ് ക്രൈസ്റ്റ് എന്നാണ്. വെച്ചാൽ ക്രൈസ്റ്റ് പീഡാസഹനങ്ങളെ ഏറ്റുവാങ്ങിക്കുന്ന ആളാണ്. ക്രൈസ്റ്റിനെ കുറിച്ച് ബൈബിൾ പറയുമ്പോൾ എന്ത് പറയുകയെന്ന് വെച്ചാൽ എല്ലാ ഷോക്കും നിനക്ക് വേണ്ടി അബ്സോർബ് ചെയ്യും. അപ്പോൾ ക്രൈസ്റ്റ് ആകുക എന്നുള്ളത് എപ്പോഴും ഒരു സുവിശേഷകൻ്റെ ഒരു ആന്തരിക പ്രേരണയായിരിക്കും. ക്രൈസ്റ്റ് ആകുക. ഈ ക്രൈസ്റ്റ് ആകാൻ വേണ്ടിയുള്ളൊരു പ്രക്രിയയുണ്ട്. എന്താ ക്രൈസ്റ്റിൻ്റെ സ്വഭാവം? മൗലിക സ്വഭാവം എന്താണ്? നമ്മുടെ ഭാരങ്ങളാണ് അവൻ ചുമന്നത്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരം ചെയ്തു. അതാണ് മൗലിക സ്വഭാവം ക്രൈസ്റ്റിൻ്റെ. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. സന്തോഷത്തോടെ സ്വരത്തിൽ പാടുക.
53:4. യെശയ്യ 53:4. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. പ്രിസ്തലാണ്. അതായത് ക്രൈസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തു, അതിൻ്റെ ആന്തരിക അർത്ഥം എന്താണ്? അഭിഷിക്തൻ എന്നാണ്, അല്ലേ? ഈ ഒരു വ്യക്തി ക്രിസ്ത്യാനി ആകണത് എങ്ങനെയാണ്? ഒരു വ്യക്തി ക്രിസ്ത്യാനി ആകണത് എങ്ങനെയാണ്? ക്രിസ്തുവിൻ്റെ പേരിൽ മറ്റുള്ളവരുടെ ഭാരങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്ന സമയത്താണ് ഇവൻ ക്രിസ്ത്യാനി ആകണത്. എപ്പോഴും ഓർത്തേക്കണം. അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ നമ്മൾക്ക് ആ വ്യക്തി അഭിഷിക്തനാണെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടിയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ സന്തോഷം തോന്നുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരുടെ ഭാരം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവിക മനുഷ്യന് നമ്മുടെ മോന്ത ശരിക്കും ചളങ്ങിപ്പോകുകയുള്ളല്ലേ. ശരിക്കും നമ്മൾ മറ്റുള്ളവരുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ മോന്ത ചളങ്ങിയ മൊന്ത പോലെയാവും. പക്ഷെ മറിച്ച് ആന്തരികമായൊരു സന്തോഷമാണ് തോന്നിയെങ്കിൽ അതിൽ ക്രിസ്തു ജീവിക്കാൻ തുടങ്ങുന്നതാണ്. നീ അഭിഷേകത്തിലാണ്, നീ ക്രിസ്തു ജീവിക്കാൻ തുടങ്ങുന്നു നിന്നിലെ. കഴിഞ്ഞ ദിവസങ്ങളിലെ ആൻമരിയ എന്നും പറഞ്ഞ് ഒരു മോള് സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ ലേഡിയാണ്. ലേഡി സാക്ഷ്യങ്ങൾ എനിക്കിഷ്ടപ്പെട്ടത്. ആൻമരിയ ടൊറൻറ്റോയിൽ താമസിക്കുന്ന ആളാണ്, നമ്മുടെ മലയാളിയാണ്. അപ്പോൾ ടൊറൻറ്റോയിൽ നിന്ന് അവർക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു ലണ്ടനിലേക്ക്. ടൊറൻറ്റോയിലും ലണ്ടനിലും ഇവൾ ചെയ്തിരുന്ന 2 കാര്യങ്ങളുണ്ട്. എന്താണ്? കൃപാസനം ഇംഗ്ലീഷ് പത്രം എടുത്തിട്ട് എല്ലാ സായിപ്പുമാരെയും വായിച്ച് കേൾപ്പിക്കും. അതാണ് എന്തുമാത്രം പ്രേക്ഷിതരാണെന്നറിയാം ലോകം മുഴുവനും. എല്ലാ രാജ്യത്ത് ചെന്നാലും, ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത് നിങ്ങളോട് സിംഗപ്പൂരിലായിരുന്നെന്ന്, എവിടെ ചെന്നാലും വലിയ വലിയ പ്രേക്ഷിതരെ കാണാൻ നമുക്ക്. എനിക്ക് പോലും ഓരോ വ്യക്തിപരയുടെ പേര് പോലും അറിയാൻ പാടില്ല. പക്ഷേ അവർക്കറിയാം. ജോസഫച്ചനെ അറിയണമല്ല വിഷയം, അവരറിയേണ്ട ആളെ വൃത്തിയും മെനയുമായിട്ട് അറിഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി അവർ കർത്താവുമായിട്ടുള്ള സ്വകാര്യമായ റിലേഷനിൽ അവർ അപ്പോൾ കൂട്ടുകാരൊക്കെ പറയും, ആൻമരിയ നീ ഒരു വട്ടാണെന്ന് തോന്നണേ, ഈ വെള്ളക്കാരനെ ഇംഗ്ലീഷ് പേപ്പർ വായിച്ച് കേൾപ്പിക്കാവല്ലോ. അപ്പോൾ ഈ കൂട്ടുകാരൊക്കെ ഇവരെ ഒറ്റപ്പെടുത്തും. എന്നാലും ആൻമരിയ ഈ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. എന്താ കാര്യം? നമ്മൾ പണ്ട് ഒക്കെ ഇവിടെ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. യൂറോപ്പിൽ 2003 ഒരു വർഷം മുഴുവനും, മാതാവ് പ്രത്യക്ഷപ്പെട്ട 2004 അപ്പോൾ അതിന് മുമ്പ് ഒരു വർഷം മുഴുവനും നമ്മുടെ കൃപാസനത്തിൻ്റെ വാതിക്ക് ഞാൻ എപ്പോഴും പറയും, ഒരു കൂടാരം കെട്ടി അതിൻ്റെ അകത്ത് കയറി 365 ദിവസം ഇരുന്ന് ഗ്രൂപ്പുകൾ മാറി മാറി ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കും. അതെന്തിനാ ജപമാല ചൊല്ലിയത്? യൂറോപ്പിൻ്റെ കെട്ടുപോയ വിശ്വാസം തിരിച്ചു കിട്ടാൻ, ചൈന മാനസാന്തരപ്പെടാൻ, ഗൾഫിലെ ആൾക്കാർക്ക് ഔദ്യോഗികമായ ഒരു പള്ളി ലഭിക്കാൻ, കുർബാന ചെല്ലാൻ. കാര്യം കുർബാന കൂടാൻ പറ്റാതെ എന്തുമാത്രം മനുഷ്യരാണ് സങ്കടപ്പെട്ട് വേദനിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നടക്കുന്നത്. എവിടെയെങ്കിലും കുർബാന ഒരു വീട്ടിൽ രഹസ്യമായിട്ടുണ്ടെന്ന് കേട്ടാൽ അവർ 90 കിലോമീറ്ററൊക്കെ സഞ്ചരിച്ചാണ് ആ കുർബാനയ്ക്ക് ചെന്ന് ചാടണത്. പോലീസ് പിടിക്കട്ടെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെയൊക്കെയാണ് മനുഷ്യൻ ജീവിക്കണത്. അപ്പോൾ അവിടെയൊക്കെ ഇതുപോലെ ആകാൻ വേണ്ടി നമ്മൾ 2003 പ്രാർത്ഥിക്കണതാണ് തൊട്ടേ. അതൊക്കെ മുമ്പേ പ്രാർത്ഥിക്കുകയായിരുന്നു. 90 തൊട്ട് 2000 വരെ കൊച്ചി മുതൽ പുന്നപ്പുറ വരെ ജപമാല സഖ്യങ്ങളുണ്ടായിരുന്നു കൃപാസനത്തിന്. അവിടെയും എല്ലാം ക്രിസ്തുവിനെ അറിയാത്തവർ അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടിയാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത്. അങ്ങനെ ആഴപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ കർത്താവ് അന്ന് നടത്തിയ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കാണ് ഉത്തരം കിട്ടിയത്. ഒന്ന്, മാതാവ് നേരിട്ട് വന്ന് നമ്മളെ സന്ദർശിച്ചു. രണ്ടാമത്, സന്ദർശനം കഴിഞ്ഞ് പോയപ്പോഴേ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് ഉടമ്പടി പ്രാർത്ഥന തന്നു. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.
സന്തോഷമേ. ഒരുമിച്ച് ആനന്ദത്തിൽ ആനന്ദത്തിൻ പൂർണ്ണതയേ സന്തോഷമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ കർത്താവിൻ്റെ കാര്യം ഈ കൂട്ടുകാരെല്ലാം എതിർത്തിട്ടും സ്വന്തമായി ഇങ്ങനെ ഏറ്റെടുത്ത് നടത്തിയപ്പോൾ കർത്താവ് എന്താ ചെയ്തതെന്നറിയാം. ആൻമരിക്ക് സെക്കൻഡ് സ്റ്റെപ്പ് കൊടുത്തു. ആദ്യം എന്താണ്, നമുക്ക് എല്ലാവരും കിട്ടുന്നതാണ് അനുഗ്രഹത്തിൻ്റെ ലെവല്. രണ്ടാമത്തത് എന്താണ്, അഭിഷേകം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വളർച്ച പരിശോധിക്കാൻ എപ്പോഴും നല്ല, ക്രിസ്തീയമായി നീ വളർന്നോ എന്നറിയാനുള്ള ഏറ്റവും വലിയ മാർഗം നീ അനുഗ്രഹത്തിൻ്റെ ലെവലിൽ നിന്ന് ലെവൽ ചേഞ്ചായോ എന്ന് നോക്കണം. ലെവൽ ചേഞ്ചായെന്ന് പറയാൻ കാരണം, ഇപ്പോൾ ടൊറൻറ്റോയിൽ താമസിക്കുമ്പോൾ ഈ അന്മേരിക്കും ജോസും അവർക്ക് 3 വയസ്സുള്ളൊരു കുഞ്ഞും പിന്നെ മറ്റേണിറ്റി ലീവിൽ 1 വയസ്സ് കട്ടിയുള്ളൊരു കൊച്ചും ഉണ്ടായിരുന്നു. അപ്പം ഈ 2 കുഞ്ഞുങ്ങളുടെ ഇടയ്ക്ക് വെച്ച് ഇവരുടെ ജോലി മിസ്സായി. അതാണ് വിഷയം. 2 കുഞ്ഞുങ്ങളെ കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവർക്ക് ജോലി നഷ്ടപ്പെട്ടു പോയി. അന്മരിയ പറയണേ, ഞങ്ങൾ ലണ്ടനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. ലണ്ടനിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ജോലിയില്ല. എന്നിട്ട് ആൻമരി പറയണ ഒരു വാക്കുണ്ട്, അവൾ തന്നെ അറിഞ്ഞുകൊണ്ട് പറയണമെന്ന് നമുക്കറിയത്തില്ല, എനിക്കൊരു ഭയവും തോന്നിയില്ലെന്ന്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മഹത്വം, ആത്മധൈര്യത്തിന്റെ അഭിഷേകം ഒരുമിച്ച് ആനന്ദത്തിൽ സന്തോഷത്തോടെ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതാണ് ആത്മീയതയുടെ സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത്. വൈഫിന് ഹസ്ബൻഡിനും ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരെ ഒരു പരിചയമില്ലാത്ത പുതിയൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുന്നു. ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ഉത്കണ്ഠ, ഭയം, സങ്കടം, നിരാശ, കുറേ ലോക അരൂപികൾ ഉണ്ടാകേണ്ടതാണ്. നീ ലോക അരൂപിയാലാണ് നയിക്കപ്പെടുന്നതെങ്കിൽ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിനക്ക് ഈ 3 വികാരം ഉണ്ടാവും. എന്തൊക്കെയാണ്? ഭയം, നിരാശ, സങ്കടം, ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠ. അതിനോട് ആൻമരിയ എന്താ പറയണത്? ഞങ്ങൾക്കൊരു ഭയവും തോന്നിയില്ല. എൻ്റെ അർത്ഥം എന്താണ്? അവർ അഭിഷേക ലെവലിലാണ്. അതാണ് വിഷയം. അനുഗ്രഹത്തിനേക്കാൾ കൂടി അവർ ഇത് എപ്പോഴും വരണ ഒരു വിഷയം. ഈ അഭിഷേക ലെവലിലാകണമെങ്കിൽ നമ്മളെ ഏറ്റവും സഹായിക്കുന്ന കണ്ടന്റ് എന്താണെന്ന് അറിയാവോ? പ്രേക്ഷിത പ്രവർത്തനമാണ്. അതെപ്പോഴും ഓർത്തേക്കണം. അതായത് നമ്മളീ പത്രമൊക്കെ കൊടുക്കത്തില്ലേ, വിശ്വാസ കൈമാറ്റം, അത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്.
വിശ്വാസ കൈമാറ്റം കഴിയുമ്പോൾ വളരെ ഇപ്പം നമ്മൾ ഒരു കഷ്ണം കപ്പ ഒരുത്തന് കൊടുത്ത് ഒരു പൊന്നെടുത്ത് ഒരു പവൻ പൊന്ന് കൊടുത്ത് രണ്ടും ഒരേ മോന്തയോടെയാണ് കൊടുക്കണത്. ഒരു കഷ്ണം പുഴുങ്ങിയ കപ്പ എടുത്തൊരുത്തന് കൊടുത്ത് ഒരു അത്രയും തന്നെ സ്വർണം എടുത്ത് ഒരാളിന് കൊടുക്കുന്നത് രണ്ടും ഒരേ മോന്തയോടെയാണ്. അപ്പോൾ നമ്മൾ പറയും അപ്പോൾ നമ്മൾ അതിന് കുറച്ചുകൂടി ഗൗരവം കൊടുക്കും. എന്താണ്, സ്വർണമാണെങ്കിൽ സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് അല്ലേ. കപ്പ കൊടുക്കണമെങ്കിൽ നീ സൂക്ഷിച്ചാലും സൂക്ഷിച്ചാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, നിൻ്റെ കാര്യമാണ്, നിനക്ക് തിന്നാലും നിനക്ക് തിന്നില്ലെങ്കിൽ താഴെപ്പോട്ടെ. പക്ഷെ സ്വർണം കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടാ, ഇത് കുറേ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് എന്നൊക്കെ പറയും. നമുക്ക് കുറേ ഡയലോഗൊക്കെ പറയും അല്ലേ, ചിത്തവട്ടങ്ങളൊക്കെ പറഞ്ഞിട്ടേ കൊടുക്കത്തുള്ളൂ. നമ്മൾ മകക്കായാലും കൊടുക്കണം, അങ്ങനെയുള്ളൂ. അപ്പോൾ കൊടുക്കുമ്പോൾ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വിശ്വാസ കൈമാറ്റമാണ്. വിശ്വാസ കൈമാറ്റം എന്ന് പറയുമ്പോൾ ആക്കാനും വേണ്ടി ഓക്കാനിക്കാൻ പറ്റത്തില്ല, അതാണ് വിഷയം. പലർക്കും വിശ്വാസ കൈമാറ്റം അവർ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതുപോലെ ഇതെങ്ങനെ തീർക്കണമല്ല എന്ന് വിചാരിച്ചോണ്ട് ആർക്കെങ്കിലും കൊടുത്ത് ഒടുക്കണമല്ല, ഇത് ആർക്കെങ്കിലും പെടലേക്ക് കെട്ടിവെച്ച് ഒടുക്കണമല്ല എന്നുള്ള ആ മൈൻഡ് സെറ്റിലാണ് ഈ സാധനം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അഭിഷേകമാകാത്തത്. നിങ്ങൾ ഈ അനുഗ്രഹത്തിൻ്റെ ലെവലിൽ തന്നെ കിടക്കുന്നതും കർത്താവ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഭയവും ഉത്കണ്ഠയും നിരാശയും ഒക്കെ കടന്നു വരുന്നതിൻ്റെ കാരണം ഇതാണ്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമല്ലോ, അതായത് വിശ്വാസത്തിൻ്റെ വളർച്ചയിലെ നമ്മൾക്ക് വിശ്വാസം വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിനേക്കാൾ അഭിഷേകത്തിലൂടെ കയറിയതിനേക്കാൾ ഉപരി അനുഗ്രഹത്തിൽ നിന്ന് അഭിഷേകത്തിലൂടെ നമ്മളെ കയറ്റുന്നത് എന്താണെന്ന് അറിയണം. എന്താണ്? ഈ ലോകത്തിൻ്റെ മേലുള്ള നമ്മുടെ വിജയമാണ്. നീ ലോകത്തിൻ്റെ ലോകാരൂപിയിലാണ് ജീവിക്കണമെങ്കിൽ ഇപ്പോൾ ആൻമേരിയ ടൊറോണ്ടോയിൽ നിന്ന് അവർ ലണ്ടനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ജോലിയില്ല. പക്ഷെ അവരെന്താ പറയണത്, 2 കുഞ്ഞുങ്ങളുണ്ട്, ഒരു കുഞ്ഞിന് ഒരു 1 വയസ്സ് പോലും ആയിട്ടില്ല. അപ്പോൾ അത് ബ്രീഡിങ് ടൈമിലിരിക്കുന്ന കുഞ്ഞാണ്, ഫീഡിങ് ടൈമിലുള്ള കൊച്ചാണ്. അപ്പോൾ അവർക്ക് ജോലിക്ക് പോകാനും പാടായിരിക്കും ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അതുവരെ അനിശ്ചിതാവസ്ഥയിലാണ്. പക്ഷേ അനിശ്ചിതാവസ്ഥ ഉള്ളിൽ ഫീൽ ചെയ്യണില്ല. ഈ ഭയം, ഉത്കണ്ഠ. കർത്താവ് എന്താ, അതിനാണ് അഭിഷേകം. എന്താ പറയണത്, നീരിലൂടെ നടക്കും, നിന്നെ അതാണ് അഭിഷേകതലം എന്ന് പറയണത്. അത് നമ്മൾ മരിക്കണ മുമ്പ് ഈ അഭിഷേകതലം പോയില്ലെങ്കിൽ നമുക്ക് ഒരു വ്യക്തിക്ക് സ്വർഗം കിട്ടുമോ, അത് സമുന്നതമായ നിലവാരമുള്ള സ്വർഗമായിരിക്കുമോ, അതാ ചുമ്മാ ഓർഡിനറി സ്വർഗമാണെന്ന് നമുക്കറിയാൻ പറ്റുമോ? അതപ്പം നിങ്ങൾ ഓർക്കുന്ന ഓർഡിനറി സ്വർഗമാണ്. ഇത് പ്രൈവറ്റ് ബസ് ട്രാൻസ്പോർട്ട് ബസ് പോലെ ഓർഡിനറിയും ഫാസ്റ്റും ഒക്കെ ഉണ്ട്. ഓർഡിനറി സ്വർഗമുണ്ട്, പിന്നെ കുറച്ചുകൂടി ലക്ഷറി സ്വർഗമുണ്ട്. ഒരു വ്യക്തിയുടെ ആത്മാവ് ദൈവത്തെ അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദത്തിൻ്റെ ആകത്തുക ആ വ്യക്തി കിട്ടിയ അഭിഷേകത്തിന് തുല്യമായിരിക്കും. അത് പറയാൻ കാരണം 2 കൊറിന്ത്യൻസിൻ്റെ 15:41 തിരുവചനമുണ്ട്. ഇടയ്ക്കൊക്കെ ഞാൻ നിങ്ങൾ പറയുന്നതാണ്, ഞാൻ ഈ വിഷയം പറയാറുള്ളൂ. ചിലത് ഈ വ്യാഖ്യാനിക്കുക, പക്ഷേ ഇവിടെ വ്യാഖ്യാനിക്കേണ്ട കാര്യമൊന്നുമില്ല. പൗലോസ് അപ്പോസ്തലൻ അനുഭവിച്ച ഒരു വിഷയം അതുപോലെ അദ്ദേഹം എഴുതിയിരിക്കുന്നതാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. 1 കൊരിന്തോസ് 15:41. 1 കൊരിന്തോസ് 15:41. സൂര്യന്റെ തേജസ് ഒന്ന്. ഒന്ന് വായിച്ച് സ്വരത്തിൽ പറഞ്ഞേ. സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റേത് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറൊന്ന്, നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുത്ഥാനവും. അതാണ് പ്രശ്നം. തേജസ്സിന് വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് ഒബ്ജക്ഷൻസ് ഒന്നുമില്ല. എന്താണ്? സൂര്യൻ്റെ പ്രകാശം ഒന്ന്, ചന്ദ്രൻ്റെ പ്രകാശം ഒന്ന്, നക്ഷത്രങ്ങളുടെ പ്രകാശമുണ്ട്, നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞാൽ വി ഹാവ് നോ ഒബ്ജക്ഷൻ. അത് പ്രപഞ്ചത്തിൽ കാണുന്നതാണ്. പക്ഷേ ഷിഫ്റ്റ് എവിടെയാണ് പൗലോസ് ചെയ്തിരിക്കുന്നത്? ഇപ്രകാരം തന്നെയാണ് പറഞ്ഞ്, ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുത്ഥാനവും. ഇവിടെയാണ് കൃപാസനം എപ്പോഴും സുവിശേഷ വേലയുടെ ഒരു പ്രധാന പരിസരമാണിത്. എന്ന് വെച്ചാൽ എപ്പോഴും ഞാനൊരു 10 ഇപ്പോഴും പാരിഷ് പ്രീസ്റ്റാണ്, ചെറിയ പള്ളിയാണ്. അവിടെ ഒരു ദിവസം ഒരു വർഷം 40 മരിപ്പ് വരെ ഉണ്ടായിട്ടുണ്ട് ചില പള്ളികളിൽ.
അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ എന്താ നമുക്കെപ്പോഴും മനസ്സിലാകണത്, ചില ആൾക്കാർ, ഇപ്പോൾ ആൾക്കാർ പൊതുവെയുള്ള മാനസികാവസ്ഥ എന്ന് പറയണത് ഈ എങ്ങനെയെങ്കിലും ഇവരിങ്ങനെ ദൈവത്തിനെ മറന്നും ഇപ്പോൾ IVF-ഉം സഭയുടെ തീരുമാനങ്ങളും പഠനങ്ങളൊന്നും നോക്കാതെ ഡോക്ടർമാർ പറഞ്ഞ പോലെയൊക്കെ അവർ ചെയ്യും. ചിലപ്പോൾ ഗർഭഛിദ്രം ചെയ്യും. ചിലപ്പോൾ ഭാര്യനെ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് വീട്ടിൽ വന്ന് ഭാര്യമാരെ നിൽക്കും. ഇനിയിപ്പം അധികാരം നടക്കത്തില്ലെന്നാണ് തോന്നണത്. കോടതി വിധി വരുന്നുണ്ട്, ഭാര്യയെ ഭർത്താവിന് ചെലവിന് കൊടുക്കണമെന്ന്. പണി പാളി അവറാച്ച. ഇപ്പോൾ ഒന്ന് പെറ്റ് 2 പിള്ളേരിങ്ങനെ കാണിച്ചിട്ടേ ഭർത്താവിന് ഇട്ടച്ഛൻ വീട്ടിൽ പോയി അമ്മയുടെ കൂടെ നിന്നിട്ട് അമ്മയെ കൊണ്ട് വേലയെടുപ്പിച്ച് തിരണ പരിപാടിയില്ലേ, അതിന് നടക്കത്തില്ല. ഇപ്പം പുതിയ നിയമം വരാൻ പോകുന്നുണ്ട്. എന്താണ്, അങ്ങനെ ഭർത്താവിന് കൺസെൻ്റ് ഇല്ലാതെയാണ് ചാടിപ്പോകണമെന്നുണ്ടെങ്കിൽ ആ ഭാര്യ ഭർത്താവിന് ചെലവിന് കൊടുക്കണമെന്ന് പുരുഷ കമ്മീഷൻ വരാൻ പോവുകയാണ്. പക്ഷേ നിയമങ്ങൾ അതിൻ്റെ ഫസ്റ്റ് കോടതി വിധി കണ്ണൂരാണ് തുടങ്ങിയിരിക്കുന്നത് കേട്ടോ, കുടുംബ കോടതി. അതിങ്ങനെ കയറി വരും. അപ്പം അതിന് കുറേ പേര് ഞാൻ എന്താ ഇത്രയും രൂക്ഷമായിട്ട് സംസാരിക്കുന്നത്, ഞാൻ ഈ ആൾക്കാരെ നിൽക്കുകയല്ലേ. അപ്പോൾ ഈ വിവാഹമോചനക്കാരൊക്കെ വരുമ്പോൾ പരിശുദ്ധാത്മ പറയും, ഇത് ഫ്രോഡാണ്, ഇവൾ ഫ്രോഡാണ്, ഇവളാണ് ഇതിൻ്റെ അകത്ത് കുറ്റക്കാരി എന്ന് പറയും. അപ്പോൾ അങ്ങനെ എന്നോടൊരു 100 പ്രാവശ്യം പരിശുദ്ധാത്മ പറഞ്ഞപ്പോൾ ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളാണ് കുറ്റക്കാരികൾ. സ്ത്രീകളെന്നെ കൈകാര്യം ചെയ്യാനൊന്നും പറയണ്ട, ഞാൻ ഉള്ള കാര്യം സത്യമാണ് പറയണത്. അതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇവരുടെ തലേ കൈ വെക്കുമ്പോൾ ഞാനിപ്പോൾ ഒരു 10 എത്രയോ ലക്ഷം ആൾക്കാരുടെ തലേ കൈ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിവാഹമോചിതർ വരുമ്പോൾ ഒരു 10 സ്ത്രീകൾ വിവാഹമോചനമാണ്, ചിലർ ഒന്നിച്ച് ജീവിക്കണമെന്നൊക്കെ പറയും, ചിലർ ഒന്നിച്ച് ജീവിക്കണമെന്നൊക്കെ പറയും. അപ്പം ഞാൻ ചോദിക്കും, മക്കൾ 2 അവൻ്റെ കയ്യിലാണല്ലേ? അത് പറയും. അതാണിപ്പോൾ ഒന്നിച്ച് ജീവിക്കണമെന്ന് പറയണത്. ഈ നാടകത്തിൽ മക്കൾ അവൻ്റെ കയ്യിലായിപ്പോയി. ചിലരങ്ങനെ, എല്ലാവരും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അപ്പം ചിലരുടെ വിശ്വാസം എന്ന് പറയുമ്പോൾ, ചിലർ വിഷയം എന്ന് പറയുമ്പോൾ, എൻ്റെ ദൈവത്തിലെ ക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു വിവാഹം കഴിച്ചാലുണ്ടല്ലോ, അത് ഈ അനുഗ്രഹത്തിൽ നിന്നൊരു മനുഷ്യനെ അഭിഷേകത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ് വിവാഹം എന്ന് പറയുന്നത്. ഒരു വൈദികനാകണൊക്കെ എളുപ്പമാണ്. ഒരു ആത്മാവിനെ അനുഗ്രഹത്തെ ലെവലിൽ നിന്ന് അഭിഷേകത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, വിവാഹം കഴിച്ചാൽ മതി എന്ന് പറയും. എന്താ കാര്യം? വിവാഹത്തിൽ അഭിഷേകത്തിന് കുറേ സാധ്യതയുണ്ട്. ഇപ്പം നിൻ്റെ അമ്മായിയമ്മ സർപ്പമാണെന്ന് വിചാരിച്ചു, നീ മുയലാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ അമ്മായിയമ്മ മുയലും നീ സർപ്പമാണെന്ന് വിചാരിച്ചു. മനുഷ്യന്മാർ പല സ്വഭാവമാണല്ല, ഒരു സ്വഭാവമുള്ളവരുണ്ടാവുക. കർത്താവിൻ്റെ പുസ്തകത്തിൽ എതിര് സ്വഭാവമുള്ളവരുടെയാണ് പറയണത്. ചെന്നായി ആട്ടിൻകുട്ടിയുടെ കൂടെ കിടന്ന് ഉറങ്ങും. കണ്ടാ എടുത്തേ. അപ്പോൾ ചെന്നായി എങ്ങനെ ആട്ടിൻകുട്ടിയുടെ കൂടെ കിടന്ന് ഉറങ്ങണത്? നടക്കേണ്ട കാര്യമാണ്. പക്ഷേ വിശ്വാസ ജീവിതത്തിൽ അതിന് സാധ്യതയുണ്ട്. ഐശ്യ 11:6 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ച് വസിക്കും. കണ്ട, ഇതിനാണ് അഭിഷേകം എന്ന് പറയണത്. ചിലപ്പോൾ നിൻ്റെ അമ്മായിയമ്മ ചെന്നായി ആയിരിക്കും, നീ ആട്ടിൻകുട്ടിയായിരിക്കും. ചിലപ്പോൾ അമ്മായിയമ്മ ആട്ടിൻകുട്ടിയായിരിക്കും, നീ ചെന്നയായിരിക്കും. ഈ 2 കക്ഷികളും ഒരുമിച്ച് ഒരിക്കലും വാഴത്തില്ല. പക്ഷെ ബൈബിൾ പറയും വാഴും. എന്തടിസ്ഥാനത്തിലാണ്? അഭിഷേകപ്രകാരം. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 പൂർണ്ണ
പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും അപ്പൊ ഈ ഉണ്ടായിരിക്കട്ടെ. ലോകത്തെ ജയിക്കാൻ വേണ്ടി എന്തിനാണ് നീ ഉടമ്പടി എടുത്തതെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരവ് എന്താണ്? ലോകത്തെ ജയിക്കാൻ വേണ്ടിയാണ്. ലോകത്തെ ജയിക്കാൻ വലിയ പാടാണേ. ഇപ്പോൾ 1 യോഹന്നാൻ അല്ലേ 5:4 എടുത്ത് ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 1 യോഹന്നാൻ 5:4. 1 യോഹന്നാൻ 5:4 എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. ലോകത്തിന്മേലുള്ള വിജയം ഇതാണ്. നമ്മുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസം എന്തിനുള്ളതാണ്? ഈ ലോക അരൂപിയുടെ മേൽ വിജയം കൈവരിക്കാനുള്ളതാണ്. അല്ലാതെ IELTS പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥിക്കാനുള്ളത് മാത്രമല്ല. ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ വിശ്വാസം എന്തിനാണ്? പലപ്പോഴുള്ള വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ക്രിസ്ത്യാനിക്ക് അതിമോഹങ്ങളൊന്നും ഉണ്ടാകരുതെന്ന് പറയണത്. അതിമോഹങ്ങൾക്ക് എന്താ പറ്റണത്? മോഹങ്ങൾ ഗർഭം ധരിച്ച് മോഹം ഗർഭം ധരിച്ച് ശ്രുതികട ഹല്ലേലൂയ. യാക്കോബ് 1:15. ഒന്ന് വായിച്ചേ. യാക്കോബ് 1:15. യാക്കോബ് 1:15. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. ഈ മോഹങ്ങൾക്ക് വലിയ കുഴപ്പമില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിക്കണമെന്നൊക്കെ പറഞ്ഞ മോഹമല്ലേ? അതിന് വലിയ കുഴപ്പമുണ്ടോ? ചില സമയത്ത് ഈ മോഹം ദൈവത്തെ മാറ്റി നിർത്തി കഴിയുമ്പോൾ ദുർമോഹമാകും. ദൈവത്തിൻ്റെ ചൈതന്യം സുവിശേഷത്തിൻ്റെ കെട്ടില്ലാത്ത മോഹങ്ങളാണ് ദുർമോഹം ഉണ്ടാകുന്നത്. ഈ ദുർമോഹം ഉണ്ടായിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ദുർമോഹം ഗർഭം ധരിച്ച് എന്ത് പറ്റും? പാപത്തെ. അപ്പോൾ ഈ ദുർമോഹങ്ങൾ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ലോകത്തിൻ്റെ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടി വരുന്നു. ഇതിനേക്കാൾ വലിയ പരാജയം എന്തുണ്ട്? അപ്പോൾ ലോകം എന്തിനുള്ളതാണ്? നമ്മളെ പരാജയപ്പെടുത്താനുള്ളതല്ല. വെള്ളം വേണം. എന്തിനാണ്? വള്ളം പോകാനാണ്. വള്ളം തൊഴിഞ്ഞു പോകാനാണ്. പക്ഷേ ആ വള്ളത്തിൻ്റെ അകത്ത് കിടന്നുള്ള അവസ്ഥ എന്തായിരിക്കും? വള്ളം മുങ്ങിപ്പോവും. ലോകമുണ്ട് കാണും. ആർക്കും മാന്യമായ രീതിയിൽ അവരുടെ ദൗത്യങ്ങളും വിളികളും അനുസരിച്ചുകൊണ്ട് ഉന്നത പദങ്ങളിലേക്ക് കയറിപ്പോകാവുന്നതാണ്. പക്ഷെ അങ്ങനെ കയറിപ്പോകാൻ വേണ്ടി ദൈവത്തെ നിരക്കാത്ത വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ എന്താ പറയുക? ലോകത്താൽ അവർ തോൽപ്പിക്കപ്പെടും. അതാണ് ലോകത്താൽ തോൽപ്പിക്കപ്പെടും. ഇത് വല്ലാത്ത ഒരു പ്രലോഭനമാണ് ശരിക്കും. ലോകത്താൽ തോൽപ്പിക്കപ്പെടും. കട്ടേക്ക് ഇവിടെ കൂടെ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഹെബ്രായർ 10:38-39 തിരുവചനങ്ങൾ. ഹെബ്രായർ 10:38-39 തിരുവചനങ്ങൾ. എന്റെ നീതിമാൻ
വിശ്വാസം മൂലം ജീവിക്കും. വിശ്വാസം മൂലം ജീവിക്കും. അവൻ പിന്മാറുന്നെങ്കിൽ എന്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുകയില്ല. പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം. വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം. അപ്പം വിശ്വാസവും ആത്മരക്ഷയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. വിശ്വാസത്തിന് എൻ്റെ അടിസ്ഥാന ഉദ്ദേശവും ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ്? ഇതാണ് നമ്മുടെ ലോകത്തിൻ്റെ മേലുള്ള നമ്മുടെ വിജയം. ഇതാണ് നമ്മുടെ വിശ്വാസമെന്ന്. ഇപ്പം ലോകത്തിന് പ്രതീകമായിട്ടാണ് ബൈബിള് സർപ്പങ്ങളെ അവതരിപ്പിക്കുന്നത്. ബൈബിൾ ആദ്യം മുതൽ അവസാനം വരെ ഉപയോഗിക്കുന്ന പ്രതീകമാണ് സർപ്പം. അപ്പം നിങ്ങൾ ഓർക്കരുത് ഇങ്ങനെ ഇഴഞ്ഞു നടക്കുന്ന സർപ്പം വല്ലതുമാണെന്ന്. ഈ ലോക അരൂപിയെ മുഴുവനും പ്രതീകവൽക്കരിക്കപ്പെടുന്നതിന് വേണ്ടി ബൈബിള് പൈശാചിക അരൂപിയെയും ലോക അരൂപിയെയും അസത്യം, അനീതി, സ്വന്തം കാര്യം നേടുന്നതിന് വേണ്ടി എല്ലാ മൂല്യങ്ങളും ചവിട്ടിത്തേക്കുക, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും, ഇങ്ങനെ എല്ലാത്തിനെയും കൂടി ബൈബിൾ പറയുന്ന വാക്കാണ് ലോകം. ലോകത്തിന് ബൈബിൾ പ്രതികരിക്കുന്ന ഒരു പ്രതീകമാണ് സർപ്പം. സർപ്പം ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് വരെ എല്ലായിടത്തും ഇഴഞ്ഞു കയറി നടക്കുന്ന ഒരു സാധനമാണ് സർപ്പം. ഈ സർപ്പത്തെ എന്ത് ചെയ്യണമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. എന്താ കാര്യം? സർപ്പത്തെ അഭിഷേകം കൊണ്ടാണ് നീ കൈകാര്യം ചെയ്യേണ്ടത്. മനസ്സിലായ? അതാണ് നിങ്ങൾ സർപ്പങ്ങളെ കയ്യിലെടുക്കും. 16-18 വായിച്ചേ, മർക്കോസിന്റെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. മർക്കോസ് 16:18. മർക്കോസ് 16:18. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. ആരാണ് എടുക്കാൻ പോണത്? 16-17 വായിച്ചേ. വിശ്വസിക്കുന്നവരോട് കൂടെ. അതാണ് വിശ്വാസമാണ് വിഷയം. വിശ്വസിക്കുന്നവർ ഏറ്റു പറഞ്ഞേ. വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. പുതിയ ഭാഷകൾ സംസാരിക്കും. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. മാരകമായ എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. ഈ വചനം ഇങ്ങനെ മനപ്പാടമായിട്ട് വെക്കണം. കാര്യം ഉടമ്പടിയുടെ ഒരു മുഖമുദ്രയാണിത്. അതായത് ഇപ്പം നീ ഉടമ്പടി എടുത്തിരിക്കുന്ന കഴിഞ്ഞ ദിവസങ്ങൾ ഫാത്തിമ എന്ന് പറയുന്ന മുസ്ലിം ലേഡി, മകളാണത്, മകളും അമ്മയും കൂടി സാക്ഷ്യം പറഞ്ഞ് 14 വർഷമായിട്ട് അവരുടെ വീട്ടിൽ അതിലേക്ക് ഒരു മരങ്ങൾ വളർന്ന് നിൽക്കുന്നു. അതിനെ വെട്ടാൻ 20,000 രൂപ ചോദിക്കുന്നതുകൊണ്ട് ഇവിടെ കാശില്ല കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ ഒരു വിഷമസന്ധിയിലാണ് ഇവർ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കുമ്പോൾ ഇവർ ഫാത്തിമ സംസാരിക്കുന്ന മാതാവ് അത് സെക്കൻഡുകൾക്കുള്ളിൽ നിസ്സാര പൈസയ്ക്ക് വെട്ടിമാറ്റും. അതാണ് രസം. 14 വർഷം നടക്കാത്ത കാര്യമാണ് ഉടമ്പടി എടുക്കുമ്പോൾ ഉടനെ നടക്കുന്നത്. അതാണ് ഇതിന് ഭയങ്കര സമയം. അവർ പിന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. പക്ഷേ അതല്ല, ഇവർ ഈ ഫാത്തിമ ഒരു മോളാണ് ശരിക്കും. അവളൊരു +2 അതിന് മുകളിലുള്ള നേഴ്സാണ് അവൾ. അപ്പോൾ ഈ നേഴ്സിൻ്റെ ഒരു പ്രായമാണ് ഉള്ളത്. പക്ഷേ ഇവർ ഈ മരം വെട്ടാത്തതിൻ്റെ പേരിൽ അയൽവാസികൾ ഭയങ്കരമായ രീതിയിൽ ഇവരെ പ്രഷർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഫാത്തിമയുടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ ഇവരെ വർഷങ്ങളുടെ പ്രഷർ ചെയ്യുന്ന അയൽവാസികളോട് ഇവയ്ക്കൊരു പരിഭവമോ പരാതിയോ ഉള്ളതായിട്ട് നമുക്ക് തോന്നത്തില്ല. അതാണ് വിഷയം. ഉടമ്പടി മരം വെട്ടിയതല്ല അവിടുത്തെ വിഷയം. അവിടുത്തെ വിഷയം ഇവർ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 1 യോഹന്നാൻ്റെ 5:4 എന്താ എഴുതിക്കണത്? ഇതാണ് നമ്മുടെ വിശ്വാസം. എന്താണ്? ലോകത്തിന്മേലുള്ള നമ്മുടെ വിജയം. അതാണ് നമ്മുടെ വിശ്വാസമെന്ന്. ഇപ്പം ലോകത്ത് നമ്മളെ ദ്വേഷിക്കുന്നവരോടും എതിർക്കുന്നവരോടും
നമുക്ക് എതിർപ്പും വാശിയും വൈരാഗ്യവും ഒക്കെ ഉണ്ടാകും. പക്ഷെ ഉടമ്പടി എടുക്കുമ്പോൾ നീയും ദൈവവും തമ്മിലുള്ള ഉടമ്പടിയാണ്. ഏറ്റവും കൂടുതൽ നോൺ ക്രിസ്ത്യൻസാ ശരിക്കും പറഞ്ഞാൽ ഉടമ്പടിയുടെ ചൈതന്യം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആൾ. നോൺ ക്രിസ്ത്യൻസ് അത് നമുക്ക് സാക്ഷ്യം കേൾക്കുമ്പോൾ അറിയാം. അവരെന്ത് ഭയഭക്തിയോടു കൂടിയാണ് ദൈവവുമായിട്ടൊരു ഉടമ്പടിയിലാണെന്നുള്ള ബോധത്തിൽ ജീവിക്കണത്. ഞാനിവരാരും കണ്ടിട്ടുമില്ല, കാണാറുമില്ല, സംസാരിക്കാറുമില്ല. പക്ഷെ അവർ സാക്ഷ്യം പറയുമ്പോഴാണ് ഞാൻ ഇവരെ ശ്രദ്ധിക്കണത്. അവർ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും. അവരുടെ അനുഭവ തലങ്ങളുടെ ലെവൽ നോക്കുമ്പോൾ ഇന്നലെ ഒരു റസാക്ക് സാക്ഷ്യം പറഞ്ഞ് പയ്യന്നൂരിൽ നിന്ന്. റസാക്ക് എന്താ, റസാക്ക് കൊടുത്തിരിക്കുന്നത് ചെറുപ്പക്കാരനാണ്, കുടുംബസ്ഥനാണ്, ഭാര്യ ഉണ്ടായിരുന്നു. റസാക്ക് കൊടുത്തിരിക്കുന്നത് 2000 പത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. കൊണ്ട് നടന്ന് കൊടുത്തതും അദ്ദേഹത്തിൻ്റെ കട വഴി അദ്ദേഹം വിതരണം ചെയ്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇവിടെ ഇന്നലെ നടന്ന സാക്ഷ്യമാണ്. അദ്ദേഹം പറയണത്, ഈ പത്രം ഞാൻ ക്രിസ്ത്യാനികൾക്ക് കൊടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുമെന്ന്. എന്താ കാര്യം? ക്രിസ്ത്യാനികളാണ് ചിലരിതിനെ എതിർക്കണത്, മറ്റുള്ളവരെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകുമെന്ന്. അതാണ് വിഷയം. അതായത് ക്രിസ്ത്യൻ പേരുകളുണ്ടെങ്കിലും ദൈവത്തിനെ അറിയാൻ പാടില്ലാത്ത ആൾക്കാരല്ല, ദൈവത്തിനെ അറിയാൻ പാടില്ലാത്ത കുറേ ചരക്കുകൾ ഇതിനകത്തുണ്ട്. ഒരു സംശയമില്ല കാര്യത്തിൽ. ക്രിസ്ത്യാനി എന്ന പേര് ബൈ ചാൻസായിട്ട് ഇങ്ങനെ അപ്പന്മാരും ജനിച്ചു പോയ സംഭവങ്ങളാണ്. അത് വെച്ച് കഴിഞ്ഞാൽ അവർ ക്രിസ്ത്യൻ മാതാപിതാക്കന്മാർ ജനിച്ചു, പക്ഷേ അവരുടെ അതിൻ്റെ വെറുതെ കിട്ടിയത് കാരണം, വിശ്വാസം വെറുതെ കിട്ടിയത് കാരണം, വിശ്വാസം ഞാൻ പറഞ്ഞ വെറുതെ കിട്ടരുതെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. വെറുതെ കിട്ടിയാൽ ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വില അറിയാതെ പോകും. വിശ്വാസം നമ്മൾക്കെങ്ങനെ കിട്ടിയതാണ്? ക്രിസ്തു അതിനു വേണ്ടി പീഡാസഹനങ്ങൾ ഏറ്റെടുത്തിട്ട് അവൻ്റെ പീഡാസഹനങ്ങളെ പിതാവ് പ്രസാദിച്ചിട്ട് ക്രിസ്തുവിൻ്റെ നാമത്തെ എൻകറേജ് ചെയ്തിട്ട് അവൻ്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽകൃപ കിട്ടിയിരിക്കണം. നമുക്ക് കിട്ടിയിരിക്കുന്ന കൃപയെല്ലാം ക്രിസ്തുവിൻ്റെ പീഡാസഹനത അധിഷ്ഠിതമായതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വില കൊടുത്തിരിക്കുന്ന ക്രിസ്തുവാണ്. പക്ഷെ നമ്മൾ വില കൊടുത്തിട്ടില്ല. അത് വില കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വില കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന വിഷയം വിശ്വാസത്തിൻ്റെ മൂല്യം കൊണ്ട് നമുക്കൊരു പ്രയോജനമില്ലാതായി പോകും. ഇപ്പം ആൻമരിയയുടെ സാക്ഷ്യങ്ങൾ എന്താ ഉള്ളത്? ആൻമരിയ 5 പൈസ ഒരു ജോലിയുമില്ല, ഭാര്യയും ഭർത്താവും കൂടി അവിടുന്ന് ടൊറൻഡോയിൽ നിന്ന് ലണ്ടനിൽ വന്നു. അപ്പോൾ അവളെന്താ പറയണത്? ഞങ്ങൾക്ക് 2 പേർക്കും ജോലിയില്ല, പക്ഷെ ഞങ്ങൾക്ക് ഭയമില്ല, അഭിഷേകമാണ്. ഞാൻ എൻ്റെ ജോലികൾ ചെയ്തുകൊണ്ടേയിരുന്നു, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ മാതാവ് പറഞ്ഞു, ഇന്ന് വിക്ടോറിയ ആശുപത്രി കൊണ്ടുപോയി ഒരു റെസ്യൂം കൊടുക്കാൻ പറഞ്ഞു. വിക്ടോറിയ ആശുപത്രി കൊണ്ടുപോയി നീ ഒരു റെസ്യൂം കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എൻ്റെ ഓഫീസിലെ കൂട്ടുകാരൻ ഒരു മലയാളിയുണ്ട്, അവനെ കൊണ്ട് നമുക്കിത് പ്രിൻ്റെല്ലാം എടുപ്പിച്ച് പ്രിൻ്റ് ചെയ്ത് കൊടുക്കാം, നമ്മൾ പോണ വഴിക്കാണ് വിക്ടോറിയ ആശുപത്രി, നിനക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ റെസ്യൂം കൊണ്ട്, അതായത് ബയോഡാറ്റ, അവരുടെ ജീവചരിത്രം, അവരുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള സംഭവം കൊണ്ട് വിക്ടോറിയ ആശുപത്രി ചെല്ലുമ്പോഴുണ്ട്. ഒരിക്കലും ഈ ആശുപത്രി തുറക്കാറില്ല. എന്താ കാര്യം? അത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അറിയാം. ഞാൻ ഓരോ രോഗങ്ങളെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ രോഗികളെ സന്ദർശിക്കാൻ പോകും. നമ്മുടെ ആശുപത്രി പോലെ ഇങ്ങനെ തുറന്ന് കിടക്കുകയല്ല. അത് ആശുപത്രി മാത്രമല്ല, കടകൾ പോലും തുറന്നിട്ടിട്ടില്ല, എല്ലാം ചില്ല് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. എല്ലാത്തിനുമൊക്കെ എല്ലാം കോഡാണ്. അകത്ത് കയറണമെങ്കിൽ നമുക്ക് ഭയങ്കര പാടാണ്. ശരിക്കും അപ്പോയിൻമെൻറ്റ് വേണം പിന്നെ കാര്യങ്ങളും കാണണമെങ്കിൽ. ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ തഹസിൽദാറിന് വില്ലേജ് ഓഫീസൊക്കെ ചെല്ലെങ്കിൽ എന്ത് സുഖമാണ്. ഒരിക്കലും ഫോറിൻ രാജ്യങ്ങളിൽ, ഞാനൊക്കെ ഫോറിൻ രാജ്യങ്ങളിലെ പോലെ ഇന്ത്യ ആകല്ലെന്നാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാവരും അതുപോലെ ആകാൻ വേണ്ടിയാണ് ഇവിടെ ഇത് കുത്തിയിരിക്കണം. ഒന്ന് ആയി നോക്കണം വിവരം അറിയണമെങ്കിൽ. ഇപ്പം എന്ത് സുഖമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ. ഇതിൻ്റെ GDP ഒക്കെ ഉയരാൻ വേണ്ടി, അത് ഗ്രോസ് നാഷണൽ പ്രോഫിറ്റൊക്കെ കൂടാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളുടെ വാർഷിക വരുമാനം കൂടാൻ വേണ്ടി എന്തുമാത്രം തിരക്കാണ്. മറ്റ് രാജ്യങ്ങളുടെ മുകളിലായിരിക്കണം. അമേരിക്ക 24ആണ്, ചൈന 18ആണ്, നമ്മളിപ്പം 3 ആയിട്ടുള്ളൂ, ബ്രിട്ടൻ്റെ ഒപ്പമാണ്. നമുക്ക് കൂടണമെന്നൊക്കെ പറഞ്ഞില്ല. ഇപ്പം അത് നമ്മൾ കൂടും. ഇപ്പം 4ാം സ്ഥാനത്തായി. ഈ 4ാം സ്ഥാനത്തേക്ക് ഈ വാർഷിക വരുമാനം വന്നിട്ട് ഇനി നമ്മൾ 1ാം സ്ഥാനത്തേക്ക് വരുമ്പോൾ എന്താ പറ്റണത്? നമ്മുടെ ചായക്ക് ഇപ്പോൾ എത്ര രൂപയാണ് ചായക്ക്? 10 രൂപ. അത് 150 രൂപയാവും. അതാണ് വിഷയം. അത് 150 രൂപയാവും.
പിന്നെ എല്ലാം അപ്പോയിൻമെൻ്റ് ആവും. ഗതികെട്ട ഒരു നരകമായിട്ട് ഞാൻ നോക്കിയത് ഒരു ഭയങ്കര സ്റ്റാൻഡേർഡ് നരകം, അത്രേ ഉള്ളൂ. എല്ലാവരും സെക്യൂർ ആണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ എല്ലാം സെക്യൂർ അല്ലേ, എല്ലാവർക്കും ഇൻഷുറൻസ് ഉണ്ടല്ലോ. നിങ്ങൾക്ക് എത്ര തെണ്ടികളെ കാണണം അവിടെ ചെന്നാൽ? ആവശ്യത്തിനുണ്ട്. അവരെല്ലാം നമ്മൾ ധർമ്മക്കാരോട് നേരിട്ടെങ്കിൽ നമുക്ക് സംവാദിക്കാൻ പറ്റും. മറ്റതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പാടാണ് ശരിക്കും. ധർമ്മക്കാരുണ്ട് അവിടെ, പക്ഷെ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇവിടെ സാക്ഷ്യം കേട്ടിട്ടില്ലേ? അവിടുത്തെ നിയമം അതാണ്, ഞങ്ങൾക്ക് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് ബാങ്കിൽ കൊണ്ടുപോയി റൊട്ടി കൊടുത്തെന്നൊക്കെ പറയണില്ലേ? അതാ കാര്യം. എന്ത് രാജ്യമാണ് ശരിക്കും പറഞ്ഞാൽ? അതെല്ലാം സിസ്റ്റമാറ്റിക്കായി കഴിഞ്ഞപ്പോൾ അതൊരു മനുഷ്യവിരുദ്ധമായ ഒരു സംവിധാനമായി മാറി. എല്ലാം മോശമാണെന്ന് ഞാൻ പറയണില്ല. എനിക്ക് അവരെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് അവിടെ ഭൂമികളും റോഡുകളും പിന്നെ എല്ലാം സിസ്റ്റമാറ്റിക്കാണ്. നമ്മളെപ്പോലെ ഇങ്ങനെ വിളിച്ചും കൂവിയൊക്കെ നടക്കേണ്ട കാര്യങ്ങൾ. എല്ലാത്തിനും സർവീസാണ്, ഭയങ്കര സർവീസാണ്, സഡൻ സർവീസാണ്, കാലിക്കറ്റ് സർവീസാണ്. നമുക്ക് ടൈം വേസ്റ്റ് ആകത്തില്ല, കാത്തിരിക്കുന്ന പ്രശ്നങ്ങളില്ല, എല്ലാം അപ്പോയിൻമെൻറ്റ് ഓർഡറിൽ ഇങ്ങനെ പോകും. അപ്പം ഡോക്ടറൊക്കെ കിട്ടാൻ വലിയ പാടാണ്. ഡോക്ടറിനെ കിട്ടാൻ വലിയ പാടാണ്. അത് പോട്ടെ, അത് വലിയ നരകം പിടിച്ച പരിപാടിയാണ്. ഒരു രോഗം വരാതിരിക്കാൻ പ്രാർത്ഥിച്ചാൽ മതി അവിടെ ചെന്നിട്ടില്ല. രോഗം വന്നിട്ട് ഡോക്ടറിനെ കാണണമെങ്കിൽ നടക്കത്തില്ല, അതൊക്കെ വേറെ വകുപ്പായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇപ്പം നമുക്കൊരു വർത്തമാനമില്ലേ, അതായത് പാപി ചെന്ന പടി തുറക്കുവാന്ന്, അങ്ങനെ എന്ത് സംഭവം ഉണ്ടല്ലോ? പാപി അങ്ങനെയല്ല, പട്ടി എന്ന പടി തുറക്കുവാന്നാണ് മലയാളത്തിൽ പഴഞ്ചൊല്ലുള്ളത്. അപ്പം ഈ നമ്മൾ ഇവിടെയാണത്. ഇത്തിരി ക്വാളിറ്റിയുള്ള ആൾക്കാരാണെങ്കിൽ എവിടെയും കയറി ചെല്ലാൻ പറ്റും. പക്ഷേ അവിടെയൊന്നും ക്വാളിറ്റി ഇട്ട് കാര്യമൊന്നുമില്ല, അതെല്ലാം ക്ലോസ്ഡാണ്. ഇവർ ചെല്ലുമ്പോൾ ഹോസ്പിറ്റലിൽ ക്ലോസ്ഡാണ്. പണ്ട് മേരി മാഡലിനൊക്കെ കർത്താവിൻ്റെ കല്ലറയിൽ പോയപ്പോൾ മേരി മാഡലിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എന്താണ്? ആര് ഞങ്ങൾക്ക് കല്ല് മാറ്റിത്തരുമെന്നുള്ള അത് ഉൾക്കണ്ടായിരുന്നു. ഇതുപോലെ ആരെയാണ് നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റണമെന്നൊരു ഐഡിയയും ഇല്ല, ഒരു പരിചയവും ഇല്ല. ആദ്യമായിട്ട് വിക്ടോറിയ ഹോസ്പിറ്റൽ ചെല്ലുകയാണ്. ഇവിടെ ചെല്ലുമ്പോൾ ഇവർക്ക് വേണ്ടി മാത്രം ആ ഹോസ്പിറ്റൽ ഡോർ തുറന്നിട്ടാകും, അവിടെ കയറിയാൽ ക്ലോസ് ആവും. അതാരാണ്? ഇത് തുറന്നിടാൻ ആളുണ്ട് അവിടെ. ആരാണ്? ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കുവന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ ഈ അഭിഷേക കർത്താവ് പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം, ആ വാഗ്ദാനങ്ങളോട് വിശ്വസ്തത കാണിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ ജീവിക്കാൻ പ്രശ്നങ്ങളൊന്നുമില്ല. ഏത് നരകവാതിലായാലും സ്വർഗവാതിലായാലും അവിടെ മുമ്പിൽ അവർക്ക് വേണ്ടി മാത്രം ദൈവം തുറക്കും. അതിൻ്റെ കാര്യം എന്താണ്? ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കും. വാഗ്ദാനമല്ലേ? ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കും. ഇവർ ചെല്ലുമ്പോൾ ഓപ്പണാണ്. ഇവർ ചെല്ലുമ്പോൾ തന്നെ ഒരു നേഴ്സ് അതിലൂടെ വരും. ബ്രഹ്മാണ്ഡമായ ഹോസ്പിറ്റലാണ്, ഒരു നേഴ്സ് വരും. അപ്പം നേഴ്സ് വരുമ്പോഴത്തേക്കും എന്താ വിഷയമെന്ന് ചോദിക്കും. അപ്പം എനിക്ക് മാനേജറിൻ്റെ മുറി കാണണമെന്ന് പറയും. ഉടനെ നേഴ്സ് പറയും, ഇവിടെ മാനേജറിനെ നേരിട്ട് കാണാൻ പറ്റത്തില്ല, HR കാണണമെന്ന് പറയും. നിങ്ങൾ HR അന്വേഷിക്കാൻ പറയും. അപ്പോൾ ഇവിടെ ജവമാലം ചെല്ലിൻ്റെ അകത്ത് ഇവിടെ ആദ്യം ചെല്ലുകയില്ല, അതിനകത്ത് ചെന്ന് പെടുകയാണ്. എവിടെയാണ് HR, എവിടെയാണ് മാനേജറെന്ന് അറിയത്തില്ല. അപ്പോൾ വേറെ ഒരു നേഴ്സ് വരും. അതാണ് വിഷയം. മാതാവ് ഇവളോട് പറയും വെയിറ്റ് 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 എന്ന് പറയും. രണ്ടാമത്തെ നേഴ്സും വരുമ്പോൾ രണ്ടാമത്തെ നേഴ്സ് വന്നിട്ട് പറയും ഇതിങ്ങനെയല്ല പോകേണ്ടത്, മാനേജർ ആബ്സെൻ്റ് ആണെന്ന് പറയും. രണ്ടാമത്തെ നേഴ്സ് വന്നിട്ട് പറയും മാനേജറിനെ കാണുമെന്ന് പറയുമ്പോൾ മാനേജറിന് ആബ്സെൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് മാനേജറിൻ്റെ മുറി കാണിക്കും. അപ്പോൾ മാനേജർ ആബ്സെൻ്റ് ആണ്, അടച്ചിട്ടിരിക്കണത്.
അപ്പോഴും മാതാവ് ഉള്ളിൽ നിന്ന് പറയും വെയിറ്റ് വെയിറ്റ് എന്ന് പറയും. ഇതാണ് ഉടമ്പടി ജീവിതം എന്ന് പറയണത്. നിങ്ങൾ ഈ പറയണതൊന്നും അല്ല ഉടമ്പടി ജീവിതം. ഉടമ്പടി സത്യസന്ധമായിട്ട് ഇവിടെ ജീവിക്കുന്നവരുണ്ട്, അവിടെ കൂടെ ദൈവം ജീവിക്കുന്ന ചരിത്രമാണിത്. അല്ല മുക്കുമൂലം ഒപ്പിച്ചിട്ട് അവിടെ ഇവിടെയും കൊണ്ടുപോയിട്ട് ഇനി 5 പത്രം ഉണ്ടല്ല, ഇനി 7 പത്രം ഉണ്ടല്ല, ആർക്ക് കൊടുക്കാനാണ്, അവരെല്ലാം പറയാവാന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ മോന്തമായിട്ട് കാറിക്കൂവി നടക്കണില്ലേ? അതൊന്നും അല്ല ഉടമ്പടി ജീവിതം. സത്യസന്ധമായിട്ട് ദൈവത്തിനോട് ചെയ്തിട്ടുള്ള വാഗ്ദാനങ്ങൾ ദൈവ സ്നേഹത്തോടെ പാലിച്ചാൽ ദൈവം ആരാണെന്ന് നിങ്ങളറിയും. അവളുടെ മാതാവ് പറഞ്ഞു വെയിറ്റ് 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 എന്ന് പറയും. മാതാവ് പറയും എത്ര പേര് വേണം സാക്ഷ്യം. അതായത് നമ്മൾ സത്യസന്ധരും വിശ്വസ്തരുമാണെങ്കിൽ ദൈവം നമ്മുടെ കൂടെ നിന്ന് നയിക്കും. അതാണ് ഈ ആൾക്കാർ സഞ്ചാരി മാതാവ് എന്ന് പറയുന്നത്. വെറുതെ പറയണതല്ല, ജോസഫച്ചമ്മ ഉണ്ടാക്കിയല്ല ഈ സഞ്ചാരി മാതാവ്. ഈ ജനങ്ങളുടെ കൂടെ പോയി കഴിയുമ്പോൾ അമ്മയുടെ സാന്നിധ്യം ഒരു വ്യത്യസ്തമായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് അവരാണ് പറയണത് മാതാവ് ഞങ്ങളുടെ കൂടെ സഞ്ചരിച്ച് വരികയാണെന്ന്. മാതാവ് വെയിറ്റ് എന്ന് പറഞ്ഞു. വെയിറ്റ് എന്ന് ഇപ്പം മാനേജർ ഇല്ലല്ലോ, പിന്നെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ അമ്മ അപ്പോഴും പറയും വെയിറ്റ് വെയിറ്റ് എന്ന് പറയും. അപ്പം മൂന്നാമതൊരു നേഴ്സ് വരും. നേഴ്സിന് ഒരു ലേഡി വരുമ്പോൾ ആ ലേഡി ഇവരോട് പൊളൈറ്റായിട്ട് പെരുമാറും, സ്നേഹത്തോടെ പെരുമാറും. എന്നിട്ട് ചോദിക്കും വാട്ട് കാൻ ഐ ഡു ഫോർ യു, വാട്ട് ഹെൽപ്പ് യു നീഡ് എന്നൊക്കെ ചോദിക്കും. നിനക്ക് എന്ത് ഹെൽപ്പാണ് വേണ്ടതെന്ന്. അപ്പോൾ അവൾ പറയും എനിക്ക് മാനേജറിനെ കാണുമെന്ന് പറയും. അപ്പോൾ ഇവർ പറയും ഞാനാണ് മാനേജർ എന്ന് പറയും. അതാണ് വിഷയം. ഉടനെ ഇവളെ മാറ്റി നിർത്തിയിട്ട് ഒരു മൂല കൊണ്ടുപോയിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. അപ്പോൾ ഇതിന് പറയും ഈ ഹോസ്പിറ്റലിൽ കുറേ നാളായിട്ട് ആരും അഡ്മിറ്റ് ചെയ്തിട്ടില്ല, ഇനി ആരും അഡ്മിറ്റ് ചെയ്യത്തുമില്ല, ആവശ്യത്തിലേറെ സ്റ്റാഫ് ഇവിടെ ഉണ്ട്. പക്ഷേ നീ ഇത് ആപ്ലിക്കേഷൻ ചെയ്തിട്ട് പോയി, എൻ്റെ ഇമെയിൽ ഇതാണ്, നീ ഇമെയിലിലേക്ക് ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യാൻ പറയും. 2-ാം ദിവസം വീട്ടിൽ എത്തുമ്പോൾ പെട്ടെന്ന് HR നിന്ന് കോള് വരും. നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ അനുവദിച്ചിട്ടുണ്ട്, 1 മണിക്കൂർ മാനേജറിൻ്റെ കൂടെയും 1 മണിക്കൂർ HR-ൻ്റെ കൂടെ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറയും. 2 മണിക്കൂർ ഇൻ്റർവ്യൂ ആണ്. ഇവൾ നേരെ ഈ മെയില് HR-ൽ നിന്ന് പറഞ്ഞ മെയില് ഇവൾക്ക് പരിചയമുള്ള മാനേജറിന് സെൻഡ് ചെയ്യുമ്പോൾ പറയും ഞാനാണ് നിൻ്റെ റെസ്യൂം HR-ന് കൊടുത്തിരിക്കണത്, നീ നാളെ അറ്റൻഡ് ചെയ്യാൻ വരാൻ പറയും. അറ്റൻഡ് ചെയ്യാൻ വരുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂർ ഇൻ്റർവ്യൂ വെറും 10 മിനിറ്റ് കൊണ്ട് ഇൻ്റർവ്യൂ കഴിയും, ഇവൾ അപ്പോയിൻറ്റഡ് ആവും. അപ്പോൾ എന്താ വെച്ചാൽ അതായത് എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കണം, ഞാൻ നിങ്ങളോട് പരിഭവത്തോടെയും അതേസമയം തന്നെ ഈർച്ചയോടെയും പറയുന്നൊരു കാര്യമാണ്. ഇതിങ്ങനൊരു ആൻമേരിയ മാത്രമല്ല, എന്തുമാത്രം മനുഷ്യരാണ് ഈ ഉടമ്പടി കൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കണത്. അവിടെ കൂടെ ദൈവം സഞ്ചരിക്കുകയാണ്. ഈ ഉടമ്പടി തന്നെയല്ല നിങ്ങളിലും പലരെടുത്തത്. അതാണ് വിഷയം. എന്നിട്ട് 3 പുതുക്കിയിട്ടും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം അനുഭവിക്കാത്ത എന്താണ്? അത് ഇതിൻ്റെ വെള്ളം ചേർക്കണമുണ്ടാണ് ഈ പ്രശ്നം വന്നത്. ഇത് വെള്ളം ചേർത്തുള്ള കുഴപ്പം വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അച്ഛനെ അത് നഷ്ടമാണ്. എന്താ നഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉടമ്പടി തന്ന കാലത്ത് അമ്മ എന്താ പറഞ്ഞത്? ഉടമ്പടി ഉടനടി പരിഹാരം എന്നാണ് അമ്മ പറഞ്ഞത് അന്ന്. അത് ഇന്നും അമ്മ മാറ്റം ഉണ്ടാക്കിയിട്ടില്ല, ഉടനടി തന്നെ പരിഹാരം. ഇപ്പം റസാക്കിൻ്റെ വിഷയം എന്താ? റസാക്കിനെ സംബന്ധിച്ചിടത്തോളം 75 ലക്ഷം രൂപ കടം. 75 ലക്ഷം രൂപ കടം. 2 കുഞ്ഞുങ്ങളുമുണ്ട്, ഭാര്യയുമുണ്ട്. ജപ്തി. അപ്പോൾ റസാക്ക് വന്ന് അമ്മയോട് പറയണത് എന്താണ്? റസാക്കിൻ്റെ കടയിലെ ആൾക്കാർ വരുമ്പോൾ റസാക്ക് ഇങ്ങനെ പറയും ഭയങ്കര കടമാണ്, ജപ്തിയാകാൻ പോകണിത് എന്ന് പറയുമ്പോൾ പറയും നിങ്ങൾ പോയി ഉടമ്പടി എടുക്കാൻ പറയും, നാട്ടുകാർ പറയും. അങ്ങനെ പയ്യന് വരുന്ന ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കുമ്പോൾ അമ്മയോട് പറയേണ്ടത് ഇതാണ്, അമ്മേ ഇത് വിറ്റില്ലെങ്കിൽ ഇത് ജപ്തിയായി പോവും. അപ്പോൾ ഈ കടമെല്ലാം എൻ്റെ തലയെ വന്ന് വീഴും. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, ഞാൻ നിരത്തിൽ വഴിയിൽ ഇറങ്ങേണ്ടി വരും. അപ്പോൾ ഇത് വിറ്റ് തരണം, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വിറ്റ് തരാൻ വേണ്ടി എന്നെ കാണാൻ വേണ്ടി ചീട്ടെടുത്ത് വരുമ്പോൾ ജപ്തി ആകുമ്പോൾ കാണാൻ പറ്റുമല്ല. അപ്പം ഞാനൊരു കാശിനും കൊടുത്തിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ അവിടെ കൊണ്ടുപോയി സ്ഥാപിക്കണം. നമ്മൾ കുടിച്ചിടണമെന്ന് നിങ്ങൾ പറയരുത്. കുടിച്ചിടണ കൂടോത്രമാണ്, അല്ല കാശുരൂപമല്ല. നിങ്ങളെ വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ സ്ഥാപിക്കുകയാണ് ചെയ്യണത്. എന്താണ് സ്ഥാപിക്കണത്? എനിക്കവിടെ നിന്ന് ഈ ഐഡിയ കിട്ടിയത്? എനിക്ക് ഐഡിയ കിട്ടിയത് രക്ഷ എന്ന കുരിശ് ദൈവം ഭൂമിയിൽ സ്ഥാപിക്കുകയാണ് ചെയ്തത്.
അതിൽ നിന്നാണ് ഈ കാശുരൂപം സ്ഥാപിക്കുന്ന ആ ആശയങ്ങൾ വരണത്. അപ്പം നമ്മൾ ഒരു ദിവസം ഇവ ഉപ്പിടണ എന്തിനാണ്? അത് ഈ ഭൂമിയെ എനിക്കിവിടെ ഗ്രിപ്പില്ല, എനിക്കിവിടെ മെരിട്ടില്ല, എൻ്റെ ദൈവമായ കർത്താവാണ് എൻ്റെ അവകാശം. അതുകൊണ്ട് നോട്ട് ബൈ മെരിറ്റാണ്, എനിക്ക് മെരിട്ടില്ല, എൻ്റെ ദൈവമാണ് എൻ്റെ യോഗ്യത. ഈ ജോലിയായാലും ശരി, ഇത് ദൈവത്തിൻ്റെ അവകാശമാണ്, അത് ഞാൻ പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് ആണ് ആ ഉപ്പിടുന്നത്. അപ്പോൾ നമ്മൾ ഉപ്പിടുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വിശ്വാസപ്രയോഗമാണ്. ആ സ്ഥലം 60 ലക്ഷം രൂപയ്ക്ക് ഉടനെ വിറ്റുപോകും, റസാക്കിൻ്റെ സ്ഥലം. പിന്നെ ഉടനെ വൈഫിന് ഹോസ്പിറ്റലിൽ ജോലിയാകും. ആ ജോലി കഴിഞ്ഞിട്ട് ഇസ്രായേലിലേക്ക് അവളിപ്പോൾ കയറിപ്പോകാൻ പോവുകയാണ്. പഴവടാന്നാണ് മാതാവ് ആ ഫയലെടുത്ത് ഒപ്പിട്ട് മാറേണ്ടത്. എന്തൊരു മാറ്റമാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് റസാക്ക് സാക്ഷ്യം പറയാൻ വേണ്ടി വരണത്. ഇപ്പം സാക്ഷ്യം പറയുമ്പോൾ എന്താണ്? ആ ഉടമ്പടിയുടെ ചെയ്വനകൾ പരിശോധിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. 2000 പത്രമൊക്കെ ഒരു മുസ്ലിം എടുത്ത് വിതരണം ചെയ്ത് വിതരണം ചെയ്യണല്ലേ, പ്രാർത്ഥിച്ചാൽ കൊടുക്കണത്, പ്രാർത്ഥിച്ചാണ് കൊടുക്കണത്. ഇവിടെ ഇന്നലെ പറയുകയായിരുന്നു, ഞാനും വൈഫും കുഞ്ഞുങ്ങളും കൂടി ജവമല റാലിക്ക് അർത്തിങ്ക വരെ പോയി. ഞാൻ തളർന്നു, ഞാനിങ്ങനെ ഇത്രയും ഒന്നും നടന്നിട്ടില്ല, ഇത്തിരി തടിയുണ്ട് ആളിന്, അപ്പം നടന്നിട്ടില്ല. പക്ഷെ നടന്ന് ഒരു കണക്കിന് ഞാൻ എത്തിയിട്ട് ഞാനവിടെ കിടന്നപ്പോഴേ ഒരു തണുത്ത കാറ്റ് പോലെ എൻ്റെ കർത്താവ് എനിക്ക് ചുറ്റും നിന്നെന്ന് ഞാൻ അന്ന് അനുഭവിച്ച അഭിഷേകം എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പാലാത്തതാണ്. ഞാൻ ഉടനെ ചടകുടഞ്ഞ് എഴുന്നേറ്റ പോലെയാണ് ഈ ഊർജം. ആ വിശ്വാസം പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ നമ്മുടെ എനിക്കാണ് എപ്പോഴും തോന്നുന്നത്, എല്ലാവർക്കും പറ്റണത് സത്യസന്ധതയാണ് വിഷയം. പിന്നെ ചിലർക്ക് 50% ആൾക്കാർക്ക് ഉടമ്പടി എടുക്കാൻ ഇവിടെ യോഗ്യതയില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്നിട്ട് ആ തെറ്റിന് ദൈവം ഒപ്പിടാൻ വേണ്ടി നിങ്ങൾ നീട്ടിയാവും, ദൈവം ഒപ്പിടുക. നിങ്ങളപ്പോൾ ഒരു കള്ളജന്മമാണ് ദൈവം എന്ന് പറയണത്. അപ്പോൾ നിങ്ങൾ ഭാര്യനെ ഉപേക്ഷിച്ചു, ഇനി എന്താണ് നിങ്ങൾ പറയണത്? അവൾക്ക് ജീവനാംശം കൊടുക്കരുതെന്നും പറഞ്ഞായിരിക്കും നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കണത്. ഈ കള്ളജന്മത്തിനെ പോലെ ദൈവം കള്ളജന്മമാവുക. അപ്പം നിങ്ങൾ പറ്റാത്ത കാര്യങ്ങൾ ഉടമ്പടി വെക്കരുത്, ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ഉടമ്പടി വെക്കരുത്. കാരണം നിങ്ങൾ വർഷങ്ങളായിട്ട് മനുഷ്യന്മാരെ പറ്റിച്ചും തെണ്ടിച്ചും ഒക്കെ ജീവിക്കണ ഒരു ജന്മമായിരിക്കാം. ആലപ്പുഴ ഉടമ്പടി കൊടുക്കി വെക്കണം, അവിടെ എല്ലാ അനുഗ്രഹം കിട്ടുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണത് നിങ്ങൾ കാണിക്കുന്ന പ്രകൃതങ്ങൾക്കെല്ലാം ദൈവം ഓശാന പാടുമെന്നാണ് വിചാരിക്കണത്. ഇറ്റ് ഈസ് നോൺസെൻസ്. മറിച്ച് നിങ്ങൾ അനുതാപമാണ് ഇതിൻ്റെ മെയിൻ കാരണം. നിങ്ങൾക്ക് ദൈവത്തെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ജീവിക്കുന്ന നിങ്ങളുടെ അഭിവൃദ്ധിയോട് ജീവിക്കാൻ ദൈവം നിങ്ങൾക്ക് അഭിഷേകം അനുഗ്രഹം തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ വഴികളിലൂടെ വരണം. ദൈവത്തിൻ്റെ വഴികളിലൂടെ വരാൻ നിങ്ങൾ എന്താണ് ഉടമ്പടിയിൽ ആദ്യം വെക്കേണ്ട നിയോഗം? കർത്താവേ, എനിക്ക് അനുതാപം തരണം, വർഷങ്ങളായിട്ട് എനിക്ക് അനുതാപമില്ല. ഇതിനേക്കാൾ വലിയ വെള്ളിയാഴ്ച വന്ന വാപ്പ പള്ളിയിൽ പോയിട്ടില്ല. പിന്നെയാണ് ഈ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ പോലെ ഒരു കഥയാണ് പല അണ്ണന്മാരും ഉള്ളത്. ഇതിനേക്കാൾ വലിയ നോൻപ് വന്നിട്ട് ഞാനെങ്ങും ഒരു പള്ളിയിലും പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇനി പള്ളി പോയാലാ, ഇനി അനുതപിച്ചാലാ, കുരിശിൻ്റെ വഴി നടത്തിയാലാ, ഇതൊക്കെ ഒരു ആചാര അനുഷ്ഠാനമായിട്ടൊക്കെ ചുമ്മാ ചട്ടപ്പടി പ്രോഗ്രാം പോലെ കാട്ടിക്കൂടി ഒപ്പിച്ചുണ്ടാക്കുകയല്ലേ. ഇതെല്ലാം ദൈവത്തിന് മുമ്പ് സ്വീകാര്യമാണോ? ദൈവത്തിന് മുമ്പ് സ്വീകാര്യമാണെങ്കിൽ ഒറ്റക്കാര്യമേ ഉള്ളൂ. എന്താണത്? തകർന്ന ഹൃദയമാണ്, നുറുങ്ങിയ ഹൃദയമാണ് കർത്താവിന് സ്വീകാര്യമായ ബലി. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, നുറുങ്ങിയ ഹൃദയം, പഴയ മനുഷ്യനെ അവന്റെ ചെയ്തികളോടുകൂടെ ദൂരെ എറിയുന്ന കർത്താവിന്റെ പ്രതിച്ഛായക്ക് അനുസരിച്ചുകൊണ്ട് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ സ്വീകരിക്കാൻ വിജാതിർക്ക് ദൈവം പ്രാപ്തിക്കുള്ള അനുതാപം നൽകിയതുപോലെ കർത്താവേ, ഈ നിമിഷം എനിക്ക് പരിശുദ്ധാത്മാവ് അറിയാനുള്ള വിശുദ്ധതയോടെ ഉടമ്പടി ജീവിക്കാനുള്ള അനുതാപം നൽകണമേ, അനുതാപം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ ജോലി, വീട്, വിവാഹം, മക്കളില്ലാത്ത അവസ്ഥകൾ,
വീടില്ലാത്ത അവസ്ഥകൾ, ആധ്യാത്മിക ചൈതന്യം നഷ്ടപ്പെട്ടു പോയ അവസ്ഥകൾ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ ചൈതന്യം നിർവഹിക്കുന്നതിന് വേണ്ടി കൈകൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം. കർത്താവേ, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, 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 നന്ദി യേശുവേ, ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളുടെ ഈ ആഴ്ചയിൽ നടക്കേണ്ട പ്ലാനുകൾ, യാത്രയിൽ കണ്ടുമുട്ടേണ്ട വ്യക്തികൾ, നിന്റെ ഉദ്യമങ്ങൾക്കുണ്ടാകുന്ന തടസ്സങ്ങൾ, നിന്റെ പരീക്ഷകൾ, മക്കളുടെ പരീക്ഷകൾ, ഇൻ്റർവ്യൂകൾ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിലെ ആരാധനയെ പ്രാർത്ഥിക്കുന്ന അതിദൈവികമായൊരു നിമിഷമാണ്. ഈ സ്ഥലങ്ങളും വ്യക്തികളെയൊക്കെ മനസ്സിലോർത്തുകൊണ്ട് അതിഭക്തിയോടെ മൗനമായി കർത്താവിന് ആ വിഷയങ്ങളെല്ലാം സമർപ്പിക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞാനിപ്പോൾ പ്രാർത്ഥിച്ച വിഷയങ്ങള്, എന്റെ ഇന്റർവ്യൂകള്, മക്കളുടെ പരീക്ഷകള്, കർത്താവേ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പരീക്ഷയിൽ പഠിച്ചത് പ്രതിഫലിപ്പിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ജീവിക്കാനും ഉപരിപഠനത്തിനും ആവശ്യമായ മാർക്ക് നൽകി എന്റെ പഠനത്തെയും പരീക്ഷയെയും നീ ആശീർവദിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ, ആരാധന. കൈകൾ കൂപ്പി കണ്ണടച്ച് ഉപജീവന മാർഗങ്ങൾ സമർപ്പിക്കുന്ന സമയമാണ്. കടകമ്പോളങ്ങളും വ്യാപാര വ്യവസായങ്ങളും ഏജൻസികളും നടത്തുന്നവര്, സാമ്പത്തിക വിഷയങ്ങൾ, ചിട്ടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അനുകൂലമായ തീരുമാനങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്നവര്, സാമ്പത്തിക കടങ്ങളുടെ പേരിലെ പ്രത്യാശ നഷ്ടപ്പെട്ടവരെ, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുടുംബത്തിൻ്റെ പ്രാരാബ്ധങ്ങളെ, അപമാനകരമായ കാരണങ്ങളെ കർത്താവിൻ്റെ തിരുസന്നിധിയെ സമർപ്പിച്ച പരിശുദ്ധ അമ്മയോടൊത്താണ് നമ്മൾ ഈ വിഷയം പ്രാർത്ഥിക്കുന്നത്. അമ്മേ, പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ജീവിത സാധാരണ മാർഗങ്ങള്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും പോറ്റാനുമുള്ള മാർഗങ്ങള്, അടഞ്ഞു കിടക്കുന്നവ, അഭിവൃദ്ധി ഇല്ലാത്തവ, ഉന്നതമായ അഭിവൃദ്ധിയോടുകൂടി ഞങ്ങളുടെ അധ്വാനങ്ങളെ ഐശ്വര്യപ്പെടുത്തിക്കൊണ്ട് നിലവിലുള്ള തടസ്സങ്ങള് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ
നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, പിതാവേ നന്ദി, പിതാവേ മഹത്വം, പിതാവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജോലിയില്ലാത്തവരെ, ജോലിക്ക് വേണ്ടി ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പുതുക്കി കിട്ടാത്തവരെ, പല പല മേഖലകളിലെ കടുത്ത പ്രതിസന്ധി, ജീവിത പ്രതിസന്ധി അനുഭവിക്കുന്നവരെ മൗനമായി പ്രാർത്ഥിക്കട്ടെ. ഏറ്റു പ്രാർത്ഥിക്കുക. കർത്താവേ, കർത്താവേ, വിസ പുതുക്കി കിട്ടാത്തവരെ, വിസ പുതുക്കി കിട്ടാത്തവരെ, PR ലഭിക്കാത്തവരെ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരെ, നാട്ടിൽ റാങ്ക് ലിസ്റ്റിലുള്ളവരെ, അപ്പോയിന്റ്മെന്റ് ലഭിക്കാത്തവരെ, പലതരത്തിലുള്ള ട്രാൻസ്ഫറിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്നവരെ, കുടുംബം നോക്കാൻ പറ്റാത്തവരെ, കുടുംബത്തിൽ നിന്ന് കുഞ്ഞുങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരുന്നവരെ, മഹാസങ്കടങ്ങൾ കഴിയുന്നവരെ, കർത്താവിന്റെ കൃപയാൽ എല്ലാ മേഖലകളിലും ദൈവിക ഇടപെടൽ ഉണ്ടാകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളില്ലാത്തവർക്ക്, വിവാഹം ഒത്തുവരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മുപ്പത്തിനാല് 36 വയസ്സായിട്ടും വിവാഹം ഒത്തുവരാത്തവര് എല്ലാ ദിവസവും ഉടമ്പടിയിൽ പ്രാർത്ഥിക്കുന്ന കേൾക്കുന്നുണ്ട്. കുടുംബത്തിനിണങ്ങിയ ജീവിത പങ്കാളി കിട്ടാത്തവര്, കുടുംബക്കോടതി കേസ് കിടക്കുന്നവര്, പരസ്പരം ഉൾക്കൊള്ളാൻ പറ്റാത്തവരും, പിരിഞ്ഞു പോയാലും വരെ വിവാഹം നടക്കാത്തവരും, അന്യായമായി പിരിഞ്ഞു പോയവരും, ദൈവത്തിന് നിരക്കാത്ത ജീവിത രീതിയും മനോഭാവം സൂക്ഷിക്കുന്നവരും, കുടുംബത്തെ തകർത്തെറിഞ്ഞവര്, കുഞ്ഞുങ്ങളുടെ ജീവിതം വഴിയാധാരമാക്കിയവര്, അനുതാപത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കർത്താവിന്റെ കൃപയിൽ അവരെ ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ആരാധന, യേശുവേ മഹത്വം, ആരാധന, ആരാധന, ഈ ആഴ്ചയിൽ യാത്ര പോകുന്നവരെ, ദേശങ്ങളിൽ ധ്യാനം കൂടുന്നവരെ, അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരെ, ലീവിന് തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നവരെ, അവിടെ യാത്രകൾ സുഗമമാകുന്നതിനും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം എത്രയും വേഗം അവസാനിച്ചുകൊണ്ട് സമാധാനത്തേക്ക് ലോകം കടന്നു വരാൻ, എല്ലാ രാജ്യങ്ങളിലും നടക്കുന്ന യുദ്ധങ്ങൾ അവസാനിക്കാൻ, സമാധാനത്തോടെ മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി കർത്താവിന്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ആരാധനേ പരിശുദ്ധനേ പരമോന്നത
തിരുമുമ്പിനാ അലിവോടെ നോക്കണമേ. രോഗികള്, ഗർഭിണികള്, എന്ന് പറയുന്നവരുണ്ട്, ഹൃദയത്തിന് ദൂരമുണ്ടെന്ന് പറയുന്നവരുണ്ട്. ഗർഭശിശുവിനുണ്ടാകുന്ന മുഴുവൻ രോഗങ്ങളും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അമ്മ മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥത്താൽ എല്ലാ ഗർഭിണികളും ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. സദയം തുടരേ സുഖമായി എന്റെ ഉള്ളം സദയം തുടരേ സുഖമായി എന്റെ ഉള്ളം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രോഗികള് ബയോപ്സിക്ക് വേണ്ടി റിസൾട്ടിന് വേണ്ടി ശരീരഭാഗങ്ങൾ ടെസ്റ്റിന് വേണ്ടി വിട്ടിരിക്കുന്നവര്, ആശുപത്രിയിൽ നിന്ന് ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്ന രോഗികള്, പ്രസവം നിശ്ചയിച്ചിരിക്കുന്ന ഗർഭിണികള്, അമ്മമാരായിട്ടുള്ളവര്, അവരെ ചികിത്സിക്കുന്ന ഡോക്ടർമാരും നഴ്സുമാരും, അവർ കഴിക്കുന്ന മരുന്നും ഭക്ഷണവും കൃത്യമായ സമയത്ത് യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥത്തില് സുഖപ്രസവം ലഭിക്കുന്നതിനും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളും രോഗികളും ആ രോഗത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതിന് വേണ്ടി കർത്താവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്ന ശ്രുതികട്ടെ. ഹല്ലേലൂയ. സദയം തുടരേ സുഖമായി എന്റെ ഉള്ളം. മുട്ട നിൽക്കുക. സമാപന ആശീർവാദം. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് മൗനമായി പ്രാർത്ഥിക്കുക. അച്ഛൻ വിട്ടുപോയ വിഷയങ്ങൾ സമർപ്പിക്കുക. ഓൺലൈനിലുള്ളവർ സമർപ്പിക്കുക. മുട്ടയിൽ നിന്ന് സമർപ്പിക്കുക. ആശീർവാദം സ്വീകരിക്കാം. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ
പരിശുദ്ധരമോ ദിവ്യകാരുണ്യമേ ഇന്നും